കുസാറ്റ് എന്ന കൊച്ചിൻ ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയിലെ വിദ്യാർത്ഥി യൂണിയൻ തെരഞ്ഞെടുപ്പിൽ എസ്.എഫ്.ഐക്ക് ഗംഭീര വിജയം. കഴിഞ്ഞ വർഷം എസ്.എഫ്.ഐക്ക് നഷ്ടപ്പെട്ട യൂണിയൻ ഇത്തവണ തിരിച്ചുപിടിക്കാൻ സാധിച്ചത് സംഘടനയ്ക്ക് വളരെ ആഹ്ലാദകരമായ വാർത്തയാണെന്ന് മന്ത്രി പി രാജീവും പറയുന്നു. അപ്രതീക്ഷിത തോൽവിയിൽ തളർന്നു പോകാതെ വിദ്യാർത്ഥികൾ എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിച്ചതിന്റെ ഫലമാണ് ഈ വിജയമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. UUC എന്ന യൂണിവേഴ്സിറ്റി യൂണിയൻ കൗൺസിലർമാരുടെ തെരഞ്ഞെടുപ്പിൽ ആകെയുള്ള 190 സീറ്റുകളിൽ 104 സീറ്റുകളാണ് എസ്.എഫ്.ഐ നേടിയത്. ഇതോടെ കഴിഞ്ഞ തവണ KSUവിൽ നഷ്ടമായ യൂണിയൻ ഭരണം എസ്.എഫ്.ഐ തിരികെ പിടിക്കുകയും ചെയ്തു. കഴിഞ്ഞ വർഷം 174 സീറ്റിൽ 86 സീറ്റ് നേടിയാണ് KSU കുസാറ്റിൽ യൂണിയൻ ഭരണം നേടിയെടുത്തത്. എസ്.എഫ്.ഐയുടെ വിജയത്തെ അഭിനന്ദിച്ചുകൊണ്ട് മന്ത്രി പി രാജീവ് ഫേസ്ബുക്കിൽ കുറിച്ചത് ഇങ്ങനെയാണ്: കഴിഞ്ഞ വർഷം എസ്.എഫ്.ഐക്ക് നഷ്ടപ്പെട്ട കൊച്ചിൻ ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയുടെ യൂണിയൻ ഈ വർഷം തിരിച്ചു പിടിക്കാൻ സാധിച്ചിരിക്കുന്നു എന്നത് ആഹ്ലാദകരമായ വാർത്തയാണ്. അന്നത്തെ ആ അപ്രതീക്ഷിത തോൽവിയിൽ തളർന്നു പോകാതെ കുട്ടികൾ ഒരു എണ്ണയിട്ട യന്ത്രം പോലെ ക്യാമ്പസിൽ പ്രവർത്തിക്കുകയും എല്ലാ ഊർജവും ഉൾക്കൊണ്ട് സംഘടനയെ തോളിലേറ്റുകയും ചെയ്തു. ഈ പരിശ്രമങ്ങൾക്കിതാ യൂണിയൻ തെരഞ്ഞെടുപ്പിൽ ഫലവും ലഭിച്ചിരിക്കുന്നു. ഈ വിജയത്തിന് വോട്ട് നൽകിയ വിദ്യാർത്ഥികളെയും സംഘടനാ നേതൃത്വത്തെയും അദ്ദേഹം അഭിനന്ദിക്കുകയും ചെയ്തു. കഴിഞ്ഞ തവണ ഞെട്ടിക്കുന്ന വിജയമാണ് KSU കരസ്ഥമാക്കിയത്. 124 സീറ്റിൽ 86 സീറ്റ് നേടിക്കൊണ്ടായിരുന്നു KSU കുസാറ്റിൽ യൂണിയൻ ഭരണം പിടിച്ചത്. അതാകട്ടെ 30 വർഷങ്ങൾക്ക് ശേഷമുള്ള KSUവിന്റെ ആദ്യ വിജയവുമായിരുന്നു. 1994 ബാബു ജോസഫ് KSU പാനൽ ചെയർമാനായതിനു ശേഷം 2024 വരെ നടന്ന എല്ലാ തെരഞ്ഞെടുപ്പുകളിലും എസ്.എഫ്.ഐക്കായിരുന്നു കുസാറ്റിലെ വിജയം. 3 പതിറ്റാണ്ടോളം കുത്തയാക്കി കൊണ്ടുനടന്ന കുസാറ്റ് കഴിഞ്ഞ വർഷം കൈവിട്ടു പോയത് എസ്.എഫ്.ഐക്ക് വലിയ തിരിച്ചടിയുമായി. അതുകൊണ്ട് തന്നെ ഇത്തവണ തെരഞ്ഞെടുപ്പിനായി വലിയ മുന്നൊരുക്കങ്ങളും എസ്.എഫ്.ഐയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു. ഇത്തവണ 190 സീറ്റിൽ 104ലും എസ്.എഫ്.ഐ വിജയക്കൊടി പാറിച്ച് തിരികെ എത്തുമ്പോൾ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലും രാഹുൽ മാങ്കൂട്ടത്തിൽ ഇഫക്റ്റ് കടന്നു വന്നിരിക്കുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. KSU യൂത്ത് കോൺഗ്രസ് പ്രസ്ഥാനങ്ങളിൽ കരുത്തു തെളിയിച്ച മാങ്കൂട്ടത്തിലിന്റെ അധപ്പതനം വിദ്യാർത്ഥികളുടെ ഇടയിലും വലിയ ചർച്ചാ വിഷയമായിരുന്നു. കുസാറ്റിൽ KSU പ്രവർത്തകരായ കുട്ടികൾ ശരിയായ രീതിയിൽ പ്രവർത്തനവും പ്രചാരണവും എല്ലാം നടത്തിയിട്ടും അവർക്ക് മേൽക്കോയ്മ നഷ്ടപ്പെടുകയാണ്. സെക്ഷൽ പെർവേർട്ടായ ഒരു സൈക്കോപാത്തിനെ കേരളം തിരിച്ചറിഞ്ഞിരിക്കുന്നു. അവനെ സപ്പോർട്ട് ചെയ്ത സമൂഹത്തിലെ പുഴുക്കുത്തുകളെയും എല്ലാവരും കണ്ടുകഴിഞ്ഞു. അതിന്റെ കൂടി പ്രതിഫലനമാണ് ഈ ഇലക്ഷൻ റിസൾട്ട്. ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇഫക്റ്റ് പെട്ടെന്നൊന്നും കേരളം വിട്ട് പോകില്ല. വരാനിരിക്കുന്ന ഇലക്ഷനുകളിൽ വിജയം ഉറപ്പിച്ച പോലെയിരുന്ന കോൺഗ്രസിന് കിട്ടിയ ഇരുട്ടടിയാണ് മാങ്കൂട്ടത്തിൽ സംഭവം. കേസിൽ ശിക്ഷിക്കപ്പെട്ടാലും ഇല്ലെങ്കിലും ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കാൻ ഈ ഞരമ്പ് രോഗി അർഹൻ അല്ലെന്ന് കേരള ജനത തിരിച്ചറിഞ്ഞിരിക്കുന്നു. വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് ഏറെ മുന്നിലേക്ക് കുതിച്ച രാഹുൽ മാങ്കൂട്ടത്തിൽ എതിരാളികൾക്കെതിരെ പ്രയോഗിച്ചിരുന്നതും അങ്ങേയറ്റം നിന്ദ്യമായ ഭാഷയിലായിരുന്നു. പൊതിച്ചോറിൽ വരെ അനാശ്വാസം കണ്ടെത്തിയ ഒരുത്തനാണ് ലൈംഗിക പീഡന കേസുകൾ കാരണം ഇപ്പോൾ പല സ്ഥലങ്ങളിലായി ഓടി നടക്കുന്നത്. ഇപ്പോൾ രാഹുലിന്റെ അറസ്റ്റ് തടഞ്ഞതിലും രാഹുൽ അണികൾ ആഹ്ലാദം പ്രകടിപ്പിക്കുന്നുണ്ട്. എന്നാൽ ലൈംഗിക ചൂഷണവുമായി ബന്ധപ്പെട്ട് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ രജിസ്റ്റർ ചെയ്ത ആദ്യത്തെ കേസിലാണ് ഹൈക്കോടതി അറസ്റ്റ് തടഞ്ഞിരിക്കുന്നത്. മറ്റൊരു യുവതി കൂടി രാഹുലിനെതിരെ പരാതി നൽകിയിരുന്നു. അതിൽ FIR രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ആ കേസിൽ പോലീസിന് MLAയെ അറസ്റ്റ് ചെയ്യാം. ഇപ്പോഴും ഒളിവിൽ കഴിയുകയാണ് പാലക്കാട് MLA രാഹുൽ മാങ്കൂട്ടത്തിൽ.